സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 പ്രകാശദായികയമ്മ യാചിക്കുമ്പോൾ ചാരത്ത് വന്നണയുമെന്നമ്മ അഭിഭാഷകയാമെന്നമ്മ ജപമാല ചൊല്ലുമ്പോൾ തൻ സാമീപ്യം അറിയും ജപമാല ചൊല്ലുമ്പോൾ തൻ സാമീപ്യം അറിയും
പ്രാർത്ഥിച്ചിടണമേ നീ സ്വർഗത്തിൻ റാണി, പ്രാർത്ഥിച്ചിടണമേ നീ സ്വർഗത്തിൻ റാണി. ജപമാല രാത്രി, ജപമാല രാത്രി, ജപമാല രാത്രി. പ്രാർത്ഥിക്കുമ്പോൾ എൻ മനസ്സിൽ നീ ഓടിയെത്തും അമ്മ, പ്രകാശദായികയമ്മ. യാചിക്കുമ്പോൾ എൻ ചാരത്ത് വന്നണയും എന്നമ്മ, അഭിഭാഷകയാമെന്നമ്മ. ജപമാല ചൊല്ലുമ്പോൾ തൻ സാമീപ്യം അറിയും, ജപമാല ചൊല്ലുമ്പോൾ തൻ സാമീപ്യം അറിയും. ക്രൂശിതനൊപ്പം സഹനം പുൽകിയൊരമ്മ, സക്രാരിയാമെന്നമ്മ, സക്രാരിയാമെന്നമ്മ, സക്രാരിയാമെന്നമ്മ. ശാലോം ടി വിയിലെ പ്രേക്ഷകരായ എല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി മാറട്ടെ ഇതെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും അനുഗ്രഹവും നിങ്ങളോട് കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ തിരുവചനത്തിലൂടെ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് നമ്മൾ കാണുക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്ന മനോഹരമായിട്ടുള്ള രംഗമുണ്ട്. ലൂക്കാ സുവിശേഷകൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് പരിശുദ്ധ അമ്മ എപ്രകാരമാണ് എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് പോയതെന്ന്. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് പറയുക. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഈ തിടുക്കത്തിൽ എന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലി തന്നെ ഈ ഒരു തിടുക്കം കാണിക്കുന്ന മനോഭാവമായിരുന്നു. അതുകൊണ്ടാണ് ഏലീശാമ്മ ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ അവിടേക്കുള്ള ദൂരമൊന്നും പരിഗണിക്കാതെ അവൾ ഏറ്റവും സന്തോഷത്തോടുകൂടെ അവളെ ശുശ്രൂഷിക്കാനായിട്ട് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടുവെന്ന് ലൂക്കാ സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുക. മറ്റൊരു സന്ദർഭം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുക കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ചുകൊണ്ടാണ്. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മ പരിചാരകരോട് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുവാനായിട്ടാണ്. എന്നാൽ ഈശോ പറയുന്നുണ്ട് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എന്നാൽ പരിശുദ്ധ അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുവാനായിട്ട് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ക്രിസ്തു അവിടെ വലിയ അത്ഭുതം, തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതത്തിന് കാരണമായി തീർന്നത്. അത് പരിശുദ്ധ അമ്മയുടെ തിടുക്കത്തിലുള്ള ഒരു ഇടപെടലായിരുന്നു എന്ന് വേണം നമ്മൾ കാണാനായിട്ട്. കാനായിലെ വിവാഹ വിരുന്നിലും പരിശുദ്ധ അമ്മയുടെ ഈ വലിയ തിടുക്കമാണ് നമ്മൾ കാണുക. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പകർത്തിയെടുക്കേണ്ട വലിയൊരു പുണ്യമാണ് തിടുക്കം കാണിക്കുന്നവരായിത്തീരുക എന്നുള്ളത്. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ, മറ്റുള്ളവരുടെ നൊമ്പരങ്ങൾ കാണുമ്പോൾ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ അവരോടൊപ്പമായിരിക്കാൻ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് തിടുക്കം കാണിക്കുന്നവരായി തീരുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും മാറേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവരുടെ കുറവുകൾ തമ്പുരാൻ എൻ്റെ മുമ്പിൽ വയ്ക്കുന്ന വലിയ അവസരങ്ങളായി കണ്ടു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഈ തിടുക്കം കാണിക്കാനായിട്ട് കാരണമായി തീർന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ തിടുക്കത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. പല വിശുദ്ധാത്മാക്കളും ഇതുപോലെ മറ്റുള്ളവരുടെ കുറവുകൾ എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ വയ്ക്കുന്ന വലിയ അവസരമായിട്ട് കണ്ടവരാണ്. ഒരുപക്ഷെ മദർ തെരേസയായ വിശുദ്ധയായ മദർ തെരേസയാക്കി മാറ്റിയത് കൽക്കത്തയിലെ തെരുവിലുള്ള കുഷ്ഠരോഗികളും വ്രണബാധിതരുമായിട്ടുള്ള ഒരുപാട് വ്യക്തികളാണ്. വെറും മദർ തെരേസയെ വിശുദ്ധയായ മദർ തെരേസയാക്കി മാറ്റിയത്. എന്നാൽ ഫാദർ ഡാമിയനെ വിശുദ്ധനായ ഡാമിയനാക്കി മാറ്റിയത് മൊളോക്കയിലുള്ള ഒരുപാട് കുഷ്ഠരോഗികളാണ്. ഇവരൊക്കെ ചെയ്തത് മറ്റുള്ളവരുടെ കുറവുകൾ തമ്പുരാൻ എൻ്റെ മുമ്പിൽ വയ്ക്കുന്ന വലിയ അവസരമായി കണ്ടു എന്നുള്ളതാണ്. അത് കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ശുശ്രൂഷിച്ചു, അവർക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ് ഈ വിശുദ്ധാത്മാക്കളൊക്കെ ചെയ്തു വയ്ക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ മറ്റുള്ളവരുടെ കുറവുകളൊക്കെ കാണുമ്പോൾ അവരോടൊപ്പമായിരിക്കാൻ നമുക്കൊരു തിടുക്കം കാണിക്കേണ്ടതായിട്ടുണ്ട്.
അത് തമ്പുരാൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് വേണം അവർക്ക് വേണ്ടി തിടുക്കത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാനായിട്ട്. അങ്ങനെ കാണിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ ആ വലിയ സ്വഭാവ ശൈലി നമ്മുടെ ജീവിതത്തിലും ഉള്ളവരായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുക. ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ 16-ാം അധ്യായത്തിലെ നമ്മൾ ധനവാനെയും ലാസറിനെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒരുപക്ഷെ ചിന്തിക്കുകയാണെങ്കിൽ ആ ധനവാൻ എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും നല്ല ഒരു വ്യക്തി തന്നെ, യാതൊരു സംശയവുമില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ പ്രായോഗികമായി നമ്മുടെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ പടിക്കലോ ഒരു വ്രണബാധിതനായിട്ടുള്ള ഒരു വ്യക്തി കിടക്കുന്നുണ്ടെങ്കിലേ നമ്മുടെയൊക്കെ മനോഭാവം എപ്രകാരമായിരിക്കുമെന്ന്. ഒരുപക്ഷെ ആദ്യത്തെ ദിവസം നമ്മൾ അവനോട് എഴുന്നേറ്റ് പോകാനായിട്ട് പറയും. പിന്നീട് അവനോട് ഒന്നും കൂടി ശബ്ദമുയർത്തിക്കൊണ്ട് പറയും. 3-ാം ദിവസം ഒരുപക്ഷെ അവൻ അവിടെ എടുത്ത് മാറ്റി കാണും. കാരണം നമുക്കതൊരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല, നമ്മുടെ പടിവാതിലിക്കലെ ഒരു വ്യക്തി വന്ന് കിടക്കുക എന്ന് പറയുന്നത്. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിലുള്ള ഈ ധനവാൻ ഒരിക്കലും തൻ്റെ അടുത്ത് വന്ന് കിടക്കുന്ന, തൻ്റെ ഭവനത്തിൻ്റെ പടിക്കൽ കിടക്കുന്ന ആ ലാസറിനെ ഉപദ്രവിക്കുന്നതായിട്ടോ അവനെ അവിടെ നിന്ന് എടുത്തു മാറ്റുന്നതായിട്ടോ നമ്മൾ കാണുന്നില്ല. എങ്കിലും അവരുടെ മരണശേഷം ലാസർ എടുക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ്. എന്നാൽ ധനവാനാകട്ടെ നരകത്തിലേക്ക് പോകാനായിട്ടിടയായിത്തീരുന്നത്. അവിടെ എന്താണ് ലാസറിന് സംഭവിച്ചത്? ലാസർ ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുമ്പോഴും ധനവാൻ ലാസറിന് ചെയ്യേണ്ട നന്മ അവൻ ചെയ്തില്ല എന്നുള്ളതായിരുന്നു ധനവാന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്. തനിക്ക് ചെയ്യാമായിരുന്ന നന്മ അത് ലാസറിന് വേണ്ടി ധനവാൻ ചെയ്തില്ല എന്നുള്ളതാണ് അവൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുമ്പോഴാണ് ഒരു വ്യക്തി പാപം ചെയ്യുന്നതെന്ന്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം ഒരുപക്ഷെ നമ്മളൊക്കെ മീഡിയയിലൂടെയും അല്ലെങ്കിൽ പലരും അനുഭവിച്ചിട്ടുള്ളതുമായിരുന്നു. ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് വന്ന ഒരു കുടുംബമായിരുന്നു. അവരേറ്റവും സന്തോഷത്തോടെ അവരുടെ ഭവനങ്ങളിലായിരിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള പ്രളയ ജലമൊക്കെ ഉയർന്നു പൊന്തിയതും അതിനുശേഷം രക്ഷപ്പെടാൻ പറ്റാത്തത്ര വിഷമത്തിലെ അവരെല്ലാവരും ആ ഭവനത്തിൽ കുടുങ്ങിക്കിടക്കാനായിട്ടിടയായിത്തീരുന്നത്. ഒരുപാട് മുക്കുവരെ ഈ രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നത് നമ്മൾ അറിഞ്ഞ കാര്യമാണ്. അങ്ങനെ പോകുന്നതിനിടയിൽ അവർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ആ വ്യക്തികൾ വഞ്ചി നിർത്തി ഇവരെ അതിൽ നിന്നും കയറ്റി അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടായി. ആ സുരക്ഷിത സ്ഥാനത്തിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി. തങ്ങളെ രക്ഷിച്ച ആ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടണം, അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള വലിയ തീരുമാനത്തോടു കൂടെ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ചോദിക്കുകയുണ്ടായി. ആ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുക്കാൻ പോലും ആ മുക്കുവനായിട്ടുള്ള ആ വ്യക്തി നിൽക്കാതെ അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് ഒരു പക്ഷേ ഈ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും, പക്ഷേ അതിനുള്ള സമയം എനിക്കില്ല. കാരണം അത് പറഞ്ഞു തരുന്ന സമയമുണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ള പല വ്യക്തികളെയും എനിക്ക് രക്ഷിക്കാനുള്ള ഒരവസരം നഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുക്കുവൻ വീണ്ടും വഞ്ചിയുമായിട്ട് മുന്നോട്ട് പോവുക. ഒരു പക്ഷേ ആ മുക്കുവൻ അറിയാമായിരുന്നു, ഈ നമ്പർ കൊടുക്കുകയാണെങ്കിൽ അവന് ഒരുപാട് പാരിതോഷങ്ങൾ ലഭിക്കാം, അല്ല എങ്കിൽ അവന് ഗൾഫിലേക്ക് പോകാനുള്ള മറ്റു വഴികളൊക്കെ ഈ വ്യക്തി ഒരുക്കി തരുമെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അവിടെയൊന്നും അത് കേൾക്കാനോ അതിനൊന്നും നിൽക്കാതെ മറ്റുള്ളവരെ വേദനിക്കുന്നുണ്ട്, മറ്റുള്ളവർ പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടെ അവരെ സഹായിക്കാനായിട്ട് പോകുന്ന ആ മുക്കുവൻ. സ്നേഹമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ മറ്റുള്ളവർക്ക് സഹായമാകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. മറ്റുള്ളവരുടെ കുറവുകൾ തമ്പുരാൻ എൻ്റെ മുമ്പിൽ വയ്ക്കുന്ന വലിയ അവസരങ്ങളായി കണ്ടുകൊണ്ട് അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് തിടുക്കം കാണിക്കുന്നവരായി തീരുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയെ പോലെ നമുക്കും എളിമയോടുകൂടെ ജീവിക്കാനായിട്ട് സാധിക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുടനീളം ഈ തിടുക്കം കാണിക്കുന്നതോടൊപ്പം തന്നെ അതൊക്കെ എളിമയോടുകൂടെ ജീവിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ അഹങ്കരിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് എളിമയോടുകൂടെ ജീവിച്ച പരിശുദ്ധ അമ്മ നമുക്ക് എന്നും വലിയ മാതൃകയാണ്.
അതുകൊണ്ടാണ് സ്തോത്രഗീതത്തിലെ പരിശുദ്ധ അമ്മ ഇപ്രകാരം പറയുക, അവിടുന്ന് എളിമയുള്ളവരെ ഉയർത്തി അഹങ്കാരികളെ തകർത്തുവെന്ന്. നമ്മുടെ ജീവിതത്തിലെ അഹങ്കരിക്കാനായിട്ട് യാതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല എന്നുള്ളതാണ്. എല്ലാം ദൈവത്തിൻ്റെ വലിയ ദാനമാണ് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എളിമയോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിലെ വ്യാപരിക്കണം. എല്ലാം ദൈവത്തിൻ്റെ വലിയ ദാനമാണ്, ദാനമായിട്ടല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞ പൗലോസ്ലീഹായെ പോലെ നമ്മുടെ ജീവിതത്തിൽ നൽകിയതെല്ലാം ദൈവത്തിൻ്റെ വലിയ ദാനമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലെ സ്വയം കീഴടങ്ങിക്കൊണ്ട് പരിശുദ്ധ അമ്മ ജീവിച്ചത്. ആ പരിശുദ്ധ അമ്മയുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഇതുപോലെ എളിമയോടുകൂടെ ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. ഒരുപക്ഷെ അഹങ്കാരികളെ കർത്താവ് തകർക്കുമെന്ന് പറയുന്നത് സത്യമാണ്. പ്രകൃതിയിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വലിയ വടവൃക്ഷങ്ങളാണ് വലിയ കാറ്റിലൊക്കെ നിലം പതിക്കുക. മാനം മുട്ടെ നിൽക്കുന്ന വലിയ വടവൃക്ഷങ്ങൾ വലിയ കാറ്റുകളുണ്ടാകുമ്പോൾ ആദ്യമേ തന്നെ നിലം പതിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ കൊച്ചു ചെടികൾ ഒരിക്കലും എത്ര വലിയ കാറ്റുകളുണ്ടായാലും അവ നിലം പതിക്കുകയില്ല. കാരണം അവയുടെ തലയൊന്ന് താഴ്ത്തി കൊടുത്തുകൊണ്ട് ആ കാറ്റിനെ കടത്തിവിടുമെന്നുള്ളതാണ്. എന്നാൽ വലിയ വടവൃക്ഷങ്ങൾ വലിയ കാറ്റുകൾ വരുമ്പോൾ അതിൻ്റെ ശിഖരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിനെ തടഞ്ഞു നിർത്താനായിട്ട് പരിശ്രമിക്കും. തൽഫലമായി ആദ്യമേ തന്നെ നിലം പതിക്കുന്നത് വലിയ വടവൃക്ഷങ്ങളായിരിക്കും. പ്രകൃതി നമുക്ക് നൽകുന്ന വലിയ പാഠം ഇതാണ്. നിൻ്റെ ജീവിതത്തിൽ നീ ഒരിക്കലും അഹങ്കരിക്കരുതെന്ന് പ്രകൃതി നമ്മെ പഠിപ്പിക്കുകയാണ്. അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരിക്കലേ അദ്ദേഹം കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കർഷകൻ വഴിയരികെ നിൽക്കുന്നുണ്ട്. കർഷകൻ എബ്രഹാം ലിങ്കനെ കണ്ടപ്പോൾ തൻ്റെ തലയിലെ തൊപ്പി ഊരിക്കൊണ്ട് അദ്ദേഹത്തെ വണങ്ങുകയാണ്. ഉടനെ തന്നെ എബ്രഹാം ലിങ്കൻ ഡ്രൈവറോട് കാറ് നിർത്താൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ആ കർഷകനെ കെട്ടിപ്പിടിച്ച് അവനേക്കാൾ താഴ്ന്ന രീതിയിൽ അവനെ താണു വണങ്ങിക്കൊണ്ടാണ് എബ്രഹാം ലിങ്കൻ വീണ്ടും ആ വാഹനത്തിലെ യാത്ര പുറപ്പെട്ടത്. ആ ഡ്രൈവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ തന്നെ വലിയ പ്രതിനിധിയായ താങ്കൾ, വലിയ പ്രസിഡൻ്റായ താങ്കൾ ഇത്രയും ചെറിയ ഒരു കർഷകൻ്റെ മുമ്പിൽ ഇത്രമാത്രം താണു വണങ്ങിയതെന്ന്. അപ്പോൾ എബ്രഹാം ലിങ്കൻ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു, എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു ലക്ഷ്യമുണ്ട്. എന്നേക്കാൾ എളിമയുള്ളവനായിട്ട് ആരും തന്നെ എൻ്റെ മുൻപിലുണ്ടാകാനായിട്ട് പാടില്ല. ഞാനായിരിക്കണം ഏറ്റവും എളിമയുള്ളവൻ എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. സ്നേഹമുള്ളവരെ, ആ എബ്രഹാം ലിങ്കൻ്റെ വാക്കുകൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ കുറിച്ചിടേണ്ട വാക്കുകളാണ്. എന്നേക്കാൾ എളിമയുള്ളവനായിട്ട് ആരും ഉണ്ടാകാനായിട്ട് പാടില്ല. ഞാനായിരിക്കണം എല്ലാവരിലും ഏറ്റവും എളിമയോടുകൂടെ ജീവിക്കേണ്ടതെന്ന് നമ്മൾ മറക്കാതിരിക്കുക. വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്, മാലാഖമാരെ മനുഷ്യരായി അധപതിക്കാനുള്ള കാരണം അവരുടെ ജീവിതത്തിലുള്ള എളിമയെന്ന പുണ്യം നഷ്ടപ്പെട്ട് അഹങ്കാരം അവരുടെ ജീവിതത്തിൽ കയറിയപ്പോഴാണ് എന്ന്. എന്നാൽ മനുഷ്യരെ മാലാഖമാരായി മാറുന്നത് എപ്പോഴാണോ അവൻ്റെ ജീവിതത്തിലെ എളിമയോടുകൂടെ ജീവിക്കുന്നത്, അപ്പോൾ മനുഷ്യരെ മാലാഖമാരായിട്ട് മാറുമെന്ന്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന വലിയ എളിമയുടെ മാതൃക നമുക്ക് മറക്കാതിരിക്കാം. ഈ തിരുവചന ഭാഗങ്ങളിലെ ഏറ്റവും അവസാനത്തെ തിരുവചനം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുക, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് പറഞ്ഞു വയ്ക്കുക. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങളെല്ലാം അത് ദൈവത്തിൻ്റെ വലിയ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെതാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ പരിശുദ്ധ അമ്മ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുക, വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന്. അത് ഏറ്റുപറയുക, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മ തന്നെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കുക. തൻ്റെ ഇഷ്ടത്തെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കാതോർത്ത പരിശുദ്ധ അമ്മ. കന്യകയായ ഒരു വ്യക്തി ഗർഭിണിയായി കാണപ്പെടുക എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിനെ അവളെ കല്ലെറിഞ്ഞു കൊല്ലാനുള്ള വക പോലും അതിനകത്തുണ്ട്. എങ്കിലും അത് തൻ്റെ ഇഷ്ടത്തെക്കാൾ ഉപരിയായി അതൊക്കെ തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വരുമെന്നുള്ള ബോധ്യമൊക്കെ പരിശുദ്ധ അമ്മയ്ക്കുണ്ടെങ്കിലും
അതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ന് പരിശുദ്ധ അമ്മ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് പറയാനായിട്ട് സാധിച്ചത്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന്. ഒരു പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഈ പ്രാർത്ഥനയാണ് ഈശോയുടെ ജീവിതത്തിലെ നമ്മൾ പിന്നീട് കണ്ടുമുട്ടുക. ഈശോയുടെ പീഡാസഹന മരണങ്ങൾക്ക് തൊട്ടു മുൻപ് അവിടുന്ന് ഗത്സമനയിലെ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു എന്നാണ് പറയുക. ഒരു വ്യക്തി രക്തം വിയർത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ അത്രമാത്രം കഠോരമായ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴാണ് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് മാറുക. ഈശോയുടെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഈശോ അത്രമാത്രം കഠോരമായ വേദനകളിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കണം. അവിടുന്ന് ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന്. ഒരു പക്ഷേ ക്രിസ്തു ആ പ്രാർത്ഥന അവിടെ വെച്ച് നിർത്തുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനൊന്നും വലിയ അർത്ഥമുണ്ടാകുമായിരുന്നില്ല. മറിച്ച് ക്രിസ്തു ആ പ്രാർത്ഥന അവിടെ വെച്ച് നിർത്തുകയല്ല, അവിടുന്ന് തുടർന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് പരിപൂർണമായിട്ട് സമർപ്പിച്ച പരിശുദ്ധ അമ്മയെ പോലെ ഈശോയും പരിപൂർണമായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് എല്ലാം വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് ലൂക്കാസ് സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുക. തന്നെ പരിപൂർണമായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു അവസ്ഥ. ഒരിക്കലേ ദൈവത്തിൻ്റെ മുമ്പിലെ സന്യാസി ചെന്ന് പറഞ്ഞു, എനിക്ക് കുറച്ച് നാളും കൂടി ജീവിക്കാനായിട്ട് അനുവദിക്കുക, എനിക്ക് ഒരുപാട് നന്മകൾ ഈ ലോകത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ദൈവം പറഞ്ഞു, അത് മാത്രം ചോദിക്കരുത്, നിനക്ക് വേറെ എന്തു വേണമെങ്കിലും തരാം, അതുകൊണ്ട് അത് മാത്രം നീ എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ സന്യാസിയെ പറഞ്ഞയക്കുകയാണ്. അപ്പോഴാണ് ഒരു വൃദ്ധനായിട്ട് അവശനായിട്ടുള്ള ഒരു വ്യക്തി തുള്ളിച്ചാടിക്കൊണ്ട് അവിടെ നിന്ന് കടന്നു വരുന്നത്. ആ സന്യാസി ചോദിച്ചു, എന്തിനാണ് നീ ഇത്രമാത്രം സന്തോഷിക്കുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു, ദൈവം എനിക്ക് ഒരു വർഷം കൂടി എൻ്റെ ആയുസ് നീട്ടി തന്നിരിക്കുക, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാനെന്ന്. സന്യാസി ഉടനെ തന്നെ തമ്പുരാൻ്റെ അടുത്തേക്ക് പോയി ദൈവത്തിനോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ അവൻ ഇത്രയും നാൾ നീട്ടിക്കൊടുത്തത്? ഞാൻ ചോദിച്ചിട്ട് നീ എനിക്ക് ഒരിക്കലും തന്നില്ലല്ലോ. കാരണം ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് വേലകൾ ചെയ്യുന്നതല്ലേ, നിൻ്റെ കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞു നടക്കുന്നത്, എന്നിട്ടും നീ എന്നെ അനുവദിച്ചില്ലല്ലോ എന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ പരാതിപ്പെടുകയാണ്. ഉടനെ തന്നെ ദൈവം അവരോട് രണ്ടുപേരെയും ഒരുമിച്ച് വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഒരു വലിയ കഷ്ണം മനുഷ്യൻ്റെ പച്ച മാംസം നിങ്ങളെനിക്ക് കൊണ്ടുവരണം. ആരാണോ കൊണ്ടുവരുന്നത് അവർക്ക് ഞാൻ ആയുസ് നീട്ടിത്തരാമെന്ന്. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം രണ്ടുപേരും തിരിച്ചു വന്നു. ദൈവം ചോദിച്ചു, ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ കൊണ്ടുവന്നു എന്ന്. ഉടനെ തന്നെ സന്യാസി പറഞ്ഞു, ഞാൻ ഒരുപാട് അന്വേഷിച്ചു, എനിക്ക് ആരും നൽകിയില്ല. എന്നാൽ ആ വൃദ്ധനായ വ്യക്തിയോട് ദൈവം ചോദിച്ചു, ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്ന്. ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് ഒരു കത്തി വലിച്ചു ഊരുകയാണ്. അദ്ദേഹം ആ ഭാണ്ഡത്തിൽ നിന്ന് കത്തി വലിച്ചു ഊരിക്കൊണ്ട് തൻ്റെ തുടയിലുള്ള മാംസം മുറിച്ച് ദൈവത്തിനെ സമർപ്പിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. ദൈവം അവനെ തടഞ്ഞു. എന്നിട്ട് സന്യാസിയോട് പറഞ്ഞു, നോക്കുക, ഇതാണ് പരിപൂർണമായിട്ടുള്ള സമർപ്പണം. തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന ഈ വ്യക്തിയാണ് എനിക്ക് ഏറ്റവും സംപ്രീതനായി തീർന്നതെന്ന്. ഒരുപക്ഷെ കർത്താവ് ദൈവം പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തതും ഇതുപോലെ തന്നെയാണ്. തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ച ആ പരിശുദ്ധ അമ്മയെയാണ് ദൈവം ഈശോയുടെ അമ്മയായിട്ട് തിരഞ്ഞെടുത്തത്. കാരണം ദൈവത്തിനറിയാം തന്നെ പൂർണ്ണമായി അവൾ നൽകുമെന്ന്. തൻ്റെ ജീവിതത്തിലെ ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവളാണ് പരിശുദ്ധ അമ്മയെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്ത് നൽകിയിരിക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇന്നും നമ്മുടെ ലോകത്തിൻ്റെ അമ്മയായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുക. തന്നെ പരിപൂർണമായിട്ട് സമർപ്പിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വയം ചെറുതായി തീർന്ന പരിശുദ്ധ അമ്മയെ പോലെ എളിമയോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മറ്റുള്ളവരുടെ മുമ്പിൽ വ്യാപരിക്കാൻ നമുക്ക് സാധിക്കട്ടെ.
ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ മനോഭാവം, മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോൾ അവരോടൊത്തമായിരിക്കാൻ, അവരോടൊപ്പമായിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി തിടുക്കം കാണിക്കുന്നവരായി തീരുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ എന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ജീവിക്കാൻ പരിശ്രമിക്കാം. തമ്പുരാൻ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന